അമ്മേ, എനിക്ക് ട്യൂഷൻ വേണ്ട, ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം. അന്നും വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞു വന്ന മകൾ റിൻസി സൂസന്നയോട് പറഞ്ഞു. ദേ കൊച്ചേ, നീ എൻ്റേന്ന് മേടിക്കും, പറഞ്ഞേക്കാം. പത്താം ക്ലാസ്സിലാണെന്ന ഓർമ്മ നിനക്കില്ലെങ്കിലും എനിക്കുണ്ട്. ട്യൂഷന് പോയാലൊന്നും എനിക്ക് ഒരുപാട് മാർക്ക് വാങ്ങാനൊന്നും പറ്റില്ലമ്മ. പക്ഷേ എല്ലാ വിഷയത്തിനും തോൽക്കാതെ ജയിക്കാനുള്ള മാർക്ക് വാങ്ങാൻ എനിക്ക് പറ്റും. അതിനെനിക്ക് ട്യൂഷൻ വേണ്ട. ജയിക്കാനുള്ള മാർക്ക് വാങ്ങി നീ വീട്ടിലിരിക്കേയുള്ളൂ. 11ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ മര്യാദയ്ക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കോ. അതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പൊക്കി തുടയിൽ ചൂട് വയ്ക്കും ഞാൻ. ഉണ്ടാക്കിയ തന്ത ഉപേക്ഷിച്ചു പോയ നിന്നെ തീറ്റിപ്പോറ്റാനും ഉടുപ്പിക്കാനുമൊക്കെയാ ഞാൻ രാവന്തിയില്ലാതെ പണിയെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ കഷ്ടപ്പാട് കണ്ട് ഫീസ് പോലും വാങ്ങാതെ ആ മാഷിനെ നിന്നെ പഠിപ്പിക്കാൻ തോന്നിയത് തന്നെ വലിയ കാര്യം. അതുകൊണ്ട് പഠിപ്പിക്കുന്ന മാഷിനെയും എന്നെ നാണം കെടുത്താതെ നല്ല മാർക്ക് വാങ്ങിച്ചോ നീ. ഭീഷണി പോലെ സൂസന്ന അത് പറഞ്ഞതും റിൻസിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, എനിക്ക് ട്യൂഷന് പോവാൻ പേടിയായോണ്ടാ. ചില ദിവസങ്ങളിൽ പഠിപ്പിച്ച് തീർന്നിട്ടില്ലെങ്കിൽ സാർ വീട്ടിലേക്ക് വിടാൻ താമസിക്കും. വഴിയിൽ ഇരുട്ട് വീഴും മുന്നേ വിടാൻ പറഞ്ഞാലും സാർ കേൾക്കില്ല. സന്ധ്യ കഴിഞ്ഞാൽ ആ ഇടവഴിയിലൂടെ വരാൻ എനിക്ക് പേടിയാ. ആ വഴിയിലെങ്ങും ആരും ഉണ്ടാവില്ല. അത് പറയുമ്പോൾ റിൻസിയുടെ മുഖത്ത് ഭയം നിറഞ്ഞിരുന്നു. ഓരോ കാരണം പറഞ്ഞ് വീട്ടിലിരിക്കാൻ നോക്കണ്ട നീ. ട്യൂഷൻ കഴിഞ്ഞ് നേരം വൈകിയ ആ വഴീൻ്റെ അടുത്ത് ഞാൻ വന്ന് നിൽക്കുന്നുണ്ട്. ആ പേരും പറഞ്ഞ് നീ ക്ലാസ് മുടക്കാൻ നിൽക്കണ്ട. സൂസന്ന അവളുടെ ചുമലിലൊന്ന് ആഞ്ഞു തല്ലിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. റിൻസിക്ക് നല്ല സങ്കടം വന്നു. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അമ്മയോട് പറയാൻ അവൾക്ക് പേടിയായിരുന്നു. എപ്പോഴും ദേഷ്യം പിടിക്കുകയും ചെറിയ കാര്യത്തിന് പോലും തല്ലുകയും ചെയ്യുന്ന അമ്മയെ അവൾക്ക് ഭയമാണ്. റിൻസിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ ആൻ്റപ്പൻ തെങ്ങിൽ നിന്ന് വീണ് മരിക്കുന്നത്. അതോടെ കൊച്ചു റിൻസിയെയും കൊണ്ട് അടുക്കളപ്പണിക്ക് പോയാണ് സൂസന്ന കുടുംബം പോറ്റിയത്. വയ്യാതെ തളർന്നു കിടക്കുന്ന ആൻ്റപ്പൻ്റെ അമ്മ മേരിയുടെ ചികിത്സയ്ക്കുള്ള പണം കൂടി സൂസന്ന വേണം കണ്ടെത്താൻ. 1 കൊല്ലം മുൻപ് മേരി മരിച്ചതോടെ ആ ബാധ്യത അവസാനിച്ചു. എങ്കിലും അവരുടെ ചികിത്സയ്ക്കായി പലരിൽ നിന്നും വാങ്ങിയ പൈസ കുറേ തിരിച്ചു കൊടുക്കാനുണ്ട്. റിൻസി വലുതായപ്പോൾ അടുക്കളപ്പണിക്കൊപ്പം ടൗണിലെ ഓഫീസുകൾ തൂത്തു തുടയ്ക്കാൻ സൂസന്ന പോകാറുണ്ട്. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള തത്രപ്പാടിൽ അവർ ഒരു മുരടയായ സ്ത്രീയായി മാറിപ്പോയിരുന്നു. സ്നേഹം പ്രകടിപ്പിക്കാനോ മോളോട് മയത്തിൽ സംസാരിക്കാനോ സൂസന്നയ്ക്ക് അറിയില്ല. ഓർമ്മ വച്ച നാൾ മുതൽ റിൻസിയും അമ്മയുടെ ഈ ഒരു മുഖമാണ് കണ്ടുവരുന്നത്. അന്നും ട്യൂഷൻ കഴിഞ്ഞ് രവിമാഷ് അവളെ വിട്ടപ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞിരുന്നു. പേടിച്ചാണ് റിൻസി മാഷിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയത്. രവിമാഷിൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു വളവ് തിരിഞ്ഞ് ഒരു ഇടവഴിയിലൂടെ നടന്നു വേണം റിൻസിയുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയിലെത്താൻ. ആ ഇടവഴിയുടെ ഇരുവശത്തും വീടുകൾ നന്നേ കുറവാണ്. അതുകൊണ്ട് അധികം ആളുകളും സന്ധ്യ കഴിഞ്ഞാൽ ആ വഴി പോകാനില്ല. കുറച്ച് ദിവസമായി അതുവഴി തനിച്ചു പോകുന്ന റിൻസിയെ ഏതോ അപരിചിതൻ പിന്തുടരാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കൊരു ദിവസം അയാൾ മനഃപൂർവ്വം അവളുടെ ശരീരത്തിൽ മുട്ടിയുരുമ്മി നെഞ്ചിലും സ്വകാര്യ ഭാഗങ്ങളിലും പിടിക്കുകയും ചെയ്തപ്പോൾ അവൾ പേടിച്ചുപോയി. ഓടിപ്പോകാൻ ആഞ്ഞ അവളെ ബലമായി പിടിച്ചുവെച്ച് മാറിൽ അമർത്തി ഞെരിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആ സമയത്താണ് അതുവഴി ആരോ വരുന്ന കാലടി ശബ്ദം കേട്ട് അപരിചിതൻ റിൻസിയിലെ പിടിവിട്ടത്. അയാളുടെ പിടി അയഞ്ഞതും അവൾ ഭയന്ന് വിറച്ച് ബാഗും മാറോടടുക്കി വീട്ടിലേക്ക് ഓടി. അന്ന് രാത്രി റിൻസിക്ക് ഉറങ്ങാനേ കഴിഞ്ഞിരുന്നില്ല. ആദ്യമായിട്ടാണ് അവൾക്കിങ്ങനെ ക്രൂരമായൊരു അനുഭവം നേരിടുന്നത്. അതിൻ്റെ ഒരു ഷോക്ക് ആ കുഞ്ഞു മനസ്സിൽ വലിയൊരു നടുക്കവും ഭീതിയുമാണ് സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞുള്ള 2 ദിവസവും താൻ നേരത്തെ പഠിച്ചതുകൊണ്ട് സന്ധ്യ ആകുന്നതിന് മുൻപേ രവിമാഷ് അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടിരുന്നു. ആ ദിവസങ്ങളിൽ വഴിയിലെങ്ങും തിരിഞ്ഞു നോക്കാൻ പോലും നിൽക്കാതെ അവൾ വീട്ടിലേക്ക് ഓടുകയായിരുന്നു. അത് കഴിഞ്ഞുള്ള 3-ാം ദിവസം റിൻസിക്കൊപ്പം വഴിയിൽ വെച്ച് ജോലി കഴിഞ്ഞു വരുന്ന അവളുടെ വീടിനടുത്തുള്ള ചേച്ചി കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അന്നും അവൾ ആ അപരിചിതൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. അന്ന് ആ ചേച്ചിക്കൊപ്പം വരുമ്പോൾ രവിമാഷിൻ്റെ വീട് കഴിയുമ്പോഴുള്ള വലിയ വളവിനടുത്തുള്ള കലുങ്കിൽ അയാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും മുഖം മറയുന്ന രീതിയിൽ മുഖത്ത് തൂവാല കെട്ടിയിരുന്നതുകൊണ്ട് ആളാരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. റിൻസിയെ കണ്ട് അയാൾ അവൾക്ക് പിന്നാലെ നടന്നു വരുമ്പോഴാണ് വീടിനടുത്തുള്ള ചേച്ചി കുറച്ച് മുൻപിൽ പോകുന്നത് റിൻസി കണ്ടത്. അവൾ അവർക്കടുത്തേക്ക് ഓടിച്ചെന്ന് ആ ചേച്ചിക്കൊപ്പം നടക്കാൻ തുടങ്ങി. ശേഷം അവൾ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ മടങ്ങിപ്പോയിരുന്നു. ആശ്വാസത്തോടെ അന്നും റിൻസിക്ക് വീട്ടിൽ പോകാൻ കഴിഞ്ഞു. എത്ര നാളാണ് തനിക്കിങ്ങനെ രക്ഷപ്പെടാൻ കഴിയുക എന്നോർത്ത് അവൾക്ക് പേടിയായി. അക്കാര്യം അമ്മയോട് പറയാനും അവൾക്ക് ധൈര്യം വന്നില്ല. എങ്കിലും പറയാതെ നിവൃത്തിയില്ലല്ലോ എന്ന് കരുതി റിൻസി അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. അമ്മേ, ഞാൻ ട്യൂഷൻ കഴിഞ്ഞിറങ്ങാൻ വൈകുമ്പോൾ മാഷിൻ്റെ വീട് കഴിഞ്ഞുള്ള വളവ് മുതൽ ആരോ എൻ്റെ പുറകെ വരും. ഒരു ദിവസം അയാൾ എൻ്റെ കൈക്ക് കയറി പിടിക്കുകയും ചെയ്തു. അന്ന് ആരോ അതുവഴി വന്നപ്പോൾ അയാൾ എൻ്റെ കൈവിട്ടു. ഞാൻ പേടിച്ചിട്ട് ഓടിപ്പോന്നു. ഇനി മുതൽ അമ്മ എന്നെ വിളിക്കാൻ വരുമോ? സന്ധ്യ കഴിഞ്ഞ് ഒറ്റയ്ക്ക് വരാൻ എനിക്ക് പേടിയാ. റിൻസി ഭയത്തോടെയാണ് അമ്മയോടത് പറഞ്ഞത്. പക്ഷേ അവൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ഉണ്ടായില്ല. സൂസന്ന ദീർഘമായെന്ന് മൂളി ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു. അതിന് കാരണമുണ്ടായിരുന്നു.
2 ദിവസം മുൻപാണ് ടൗണിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ സൂസന്ന പോലീസുകാർ ലുക്കൌട്ട് നോട്ടീസ് കൊടുത്ത ജയിൽ ചാടിയ പ്രതിയെക്കുറിച്ച് അറിയുന്നത്. കുട്ടികളെ മൃഗീയമായി പീഡിപ്പിച്ച് കൊല്ലുന്നവനാണ്. ഇപ്പോൾ റിൻസി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ആ കാര്യമാണ്. പിറ്റേ ദിവസം മുതൽ സൂസന്ന മോളെ ട്യൂഷൻ കഴിഞ്ഞിറങ്ങുന്ന നേരം നോക്കി വിളിക്കാൻ ചെന്നു. അതുപോലെ തന്നെ സന്ധ്യയാകും മുൻപേ കൊച്ചിനെ പഠിപ്പിച്ചിട്ട് വിടാനും അവർ പറഞ്ഞു. ജയിൽ ചാടിയ പ്രതിയെക്കുറിച്ചുള്ള ന്യൂസ് അറിഞ്ഞ മാഷും ആ ആവശ്യം അംഗീകരിച്ചു. തുടർന്നുള്ള ദിവസങ്ങൾ സൂസന്ന മോളെ വിളിക്കാൻ പോകുമ്പോൾ പരിസരവും നിരീക്ഷിച്ചിരുന്നു. പക്ഷേ സംശയത്തക്കതായ ഒന്നും കണ്ടുമില്ല. റിൻസിയെ പിന്തുടരുന്ന ആളെയും പിന്നെ ആ പരിസരത്ത് അവർ കണ്ടില്ല. അന്നൊരു ദിവസം സൂസന്ന ജോലി കഴിഞ്ഞെത്താൻ വൈകിയതുകൊണ്ട് റിൻസിയെ വിളിക്കാൻ ചെല്ലാൻ പറ്റിയില്ല. വൈകുന്നതിന് മുൻപ് അവളെ വീട്ടിലേക്ക് വിടാൻ രവിമാഷിനെ വിളിച്ച് സൂസന്ന പറഞ്ഞതുകൊണ്ട് സന്ധ്യയാകുന്നതിന് മുൻപ് തന്നെ രവിമാഷ് അവളെ പറഞ്ഞയച്ചു. അന്ന് അമ്മ ഒപ്പമില്ലാത്തോണ്ട് ഭയന്നാണ് അവൾ വീട്ടിലേക്ക് പോയത്. കൃത്യം ആ ഇടവഴി എത്തിയതും അവിടെയുള്ള ഏതോ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും ആ അപരിചിതൻ അവളുടെ നേർക്ക് എടുത്തു ചാടി. പോലീസ് ലുക്കൌട്ട് നോട്ടീസിൽ ഉണ്ടായിരുന്ന പ്രതിയായിരുന്നു അത്. ആ വഴിയിലെ ഏതോ വീട്ടിലായിരുന്നു അവൻ ഒളിച്ചു കഴിഞ്ഞിരുന്നത്. അതുവരെ ആശ്വാസത്തോടെ നടന്നു വന്നിരുന്ന റിൻസി തൻ്റെ തൊട്ടു മുന്നിലേക്ക് എടുത്തു ചാടിയവനെ കണ്ട് ഭയന്ന് വിറച്ചുപോയി. ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ പിന്തിരിഞ്ഞോടാൻ തുടങ്ങിയ റിൻസിയെ തൂക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് അവൻ അടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറി. അയാളുടെ പിടിയിൽ ഞെരിഞ്ഞമർന്നു പോയ ആ പാവം പിടിച്ച പെൺകൊച്ച് ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന ആഗ്രഹത്താൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആ കാട്ടാളൻ്റെ പിടിയിൽ നിന്ന് മോചിതയാകാൻ കുതറിപ്പിടഞ്ഞു. വഴിയിൽ പോകുന്ന ആരെങ്കിലും ശബ്ദം കേട്ടാൽ അങ്ങോട്ട് കയറി വരികയും തങ്ങളെ കാണുകയും ചെയ്യുമെന്ന് അയാൾക്കുറപ്പായിരുന്നു. ആ ദുഷ്ടൻ അവനുടുത്തിരുന്ന മുഷിഞ്ഞ ലുങ്കിയൂരി റിൻസിയുടെ വായിൽ തിരികിയ ശേഷം അവളുടെ തന്നെ യൂണിഫോം ഷാൾ എടുത്ത് അവിടെ കിടന്നൊരു പഴയ കയറുകട്ടിലിൽ റിൻസിയെ കെട്ടിയിട്ടു. അവൾക്ക് മുന്നിൽ പൂർണ്ണ നഗ്നനായി നിന്ന് ക്രൂരമായ നോട്ടത്തോടെ റിൻസിക്ക് നേരെ നടന്നടക്കുകയായിരുന്നു അയാൾ. വിശന്നു വലഞ്ഞ സിംഹത്തിന് ഇരയെ കിട്ടിയ ഭാവമായിരുന്നു അയാളിൽ. ആ കാഴ്ച കാണാനാവാതെ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പേടിയോടെ റിൻസി കണ്ണുകൾ അടച്ചു. പെട്ടെന്നാണ് പുറത്ത് ബൂട്ടുകളുടെ സൗണ്ട് കേട്ടത്. പോലീസുകാർ ആ വീട് വളഞ്ഞിരുന്നു. അപകടം മനസ്സിലാക്കിയ അയാൾ റിൻസിയുടെ വായിൽ തിരികിയ ലുങ്കി വലിച്ചെടുത്ത് ചുറ്റിക്കൊണ്ട് പിൻവാതിലിന് നേർക്കോടി. അപ്പോഴാണ് മുൻവാതിലും പിൻവാതിലും തകർത്തുകൊണ്ട് പോലീസും നാട്ടുകാരും അകത്തേക്ക് ഇരച്ചെത്തിയത്. പോലീസുകാരെ കണ്ടതും റിൻസിക്ക് ശ്വാസം നേരെ വീണു. ഏതോ വനിതാ കോൺസ്റ്റബിൾ വന്ന് കെട്ടുകൾ അഴിച്ച് അവളെ സ്വതന്ത്രയാക്കി. അതേസമയം നാട്ടുകാരിൽ ചിലർ ചേർന്ന് പോലീസ് പിടിച്ച പ്രതിയെ നന്നായി കൈകാര്യം ചെയ്തിരുന്നു. നാട്ടുകാരിൽ നിന്നും ഒരു വിധമാണ് അയാളെ പിടിച്ചെടുത്ത് പോലീസുകാർ കൊണ്ടുപോയത്. അപ്പോഴേക്കും വിവരമറിഞ്ഞ് ഓടിയെത്തിയ സൂസന്ന മകളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവൾക്കൊന്നും സംഭവിക്കാതെ തിരിച്ചു കിട്ടിയതിൽ അവർ സഹായിച്ച നാട്ടുകാരോട് നന്ദി പറഞ്ഞു. ഇനിയെങ്കിലും കൊച്ചിനെ സൂക്ഷിച്ചു വേണം പുറത്തേക്ക് വിടാൻ. കുറച്ചു ദിവസമായി സന്ധ്യാനേരത്ത് ഇവൻ ഇവിടെ കിടന്ന് കറങ്ങുന്നത് നാട്ടുകാരിൽ ചിലർ കണ്ടിരുന്നു. പോലീസിൻ്റെ ലുക്കൌട്ട് നോട്ടീസ് കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി. നിങ്ങളുടെ മോളെ കൂടാതെ രാവിലെ ട്യൂഷൻ ഇതുവഴി പോകുന്ന ആൺപിള്ളേരെയും പെൺപിള്ളേരെയും ഇവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവൻ എവിടെയാ ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. രാത്രി ഇവിടെയുള്ള ഏതെങ്കിലും വീട്ടിൽ കയറി കിടന്നിട്ട് പകൽ വല്ല പൊന്തക്കാട്ടിലുമാണ് ഇവൻ ഒളിച്ചിരുന്നത്. അതുകൊണ്ട് ആ നാറിയെ പിടികൂടാൻ വൈകിയത്. ഒന്നും സംഭവിക്കാതെ കൊച്ചിനെ തിരിച്ചു കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. നാട്ടുകാരിൽ ഒരാൾ അത് പറഞ്ഞ ശേഷം അവിടെ നിന്നു പോയി. സൂസന്ന മകളെ പൊതിഞ്ഞു പിടിച്ച് സകല ദൈവങ്ങളോടും നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. ഇനിയൊരിക്കലും തൻ്റെ മകൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് അവൾ മനസ്സിൽ പ്രതിജ്ഞയെടുത്തിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.